ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള പാല് വേണം എടുക്കാൻ. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആറാൻ വെക്കണം. ആറ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി സബ്ജ സീഡ് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് 15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് കഴുകിയിട്ട് 20 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെച്ചേക്കുമായിരുന്നു. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിന്ന് ഊറ്റിയെടുക്കാം. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ സബ്ജ സീഡ് സോക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ചവ്വരി വേവിച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സബ്ജ സീഡ് 1/2 ടീസ്പൂൺ വനില എസൻസ് ആദ്യമേ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ആപ്പിൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മാമ്പഴം, 2 ടേബിൾ സ്പൂൺ കിവി, 2 ടേബിൾ സ്പൂൺ ചെറിയ പഴം അരിഞ്ഞത്, അതായത് ഞാലിപ്പൂവൻ, 2 ടേബിൾ സ്പൂൺ ഗ്രേപ്സ്, 2 ടേബിൾ സ്പൂൺ മാതളപ്പഴം, 1 ടേബിൾ സ്പൂൺ പിസ്ത അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, 1 ടേബിൾ സ്പൂൺ ബദാം അരിഞ്ഞത്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറി അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തണുപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.